അക്കാഡമി ടോസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനേഷന്റെ ഭാഗമായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊഡ്യൂൾ 5 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മൊഡ്യൂൾ 5-ൽ പ്രധാനമായിട്ടും പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് പ്രൊമോഷൻ, ഡിസിപ്ലിൻ, മോറൽ, എംപ്ലോയർ എംപ്ലോയീസ് റിലേഷൻഷിപ്പ്, UPSC സ്ട്രക്ചർ, പവർ ആൻഡ് ഫങ്ഷൻസ്. അപ്പൊ ഇത്രയും ടോപ്പിക്സുകളാണ് നമ്മൾ ഈ ഒരു 5th മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ മൊഡ്യൂളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക്സുകളിലേക്ക് ഒന്ന് കടന്നു പോകാം. ദിസ് മൊഡ്യൂൾ പ്രൊവൈഡ് ദ കോംപ്രഹെൻസീവ് ബ്രേക്ക് ഡൗൺ ഓഫ് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒരു സമഗ്രമായിട്ടുള്ള ഒരു വിശകലനം നൽകുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു മൊഡ്യൂൾ, പബ്ലിക് പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി ഫോക്കസിങ് ഓൺ സിവിൽ സർവന്റ് മാനേജ്മെന്റ്. ഇവിടെ നമ്മൾ സിവിൽ സർവന്റ് മാനേജ്മെന്റ്, എംപ്ലോയീസ് ഡൈനാമിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഓഫ് ദ UPSC, ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് എന്താണ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ് ആൻഡ് പ്രൊമോഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം. These 3 elements from the life cycle of human resource management in public administration. ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ശരിയായ വിധത്തിൽ നടപ്പിലാക്കുന്ന ഏതിലൂടെയൊക്കെയാണ്? ഈ 3 എലമെന്റ്സിലൂടെയാണ്. ഫോം ദ ലൈഫ് സൈക്കിൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ ശരിയായ വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്നത് ഈ 3 ലൈഫ് സൈക്കിൾസിലൂടെയാണ്. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ് നടത്തുന്നു, ട്രെയിനിങ്, പ്രൊമോഷൻ. എൻഷുറിംഗ് ദ റൈറ്റ് പീപ്പിൾ ടു സെലക്ടഡ്, ഡെവലപ്ഡ് ആൻഡ് അഡ്വാൻസ്. നമ്മൾ ഉറപ്പാക്കണം ശരിയായ ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ രാജ്യത്തിന്റെ വികസനം എന്ന് ഉറപ്പാക്കുന്നത്. ഇതിലൂടെയാണ് അല്ലെ, ഡെവലപ്ഡ് ആൻഡ് അഡ്വാൻസ്ഡ്. ദെൻ റിക്രൂട്ട്മെന്റ്. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് എന്താണ് എന്നുള്ളതാണ്. എന്താണ് റിക്രൂട്ട്മെന്റ്? ദ ഗേറ്റ്വേ ടു സിവിൽ സർവീസ്. ഒരു സിവിൽ സർവീസിലേക്കുള്ള ഒരു കവാടം എന്നാണ് റിക്രൂട്ട്മെന്റിനെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡയറക്റ്റ്, ഒരു എക്സ്റ്റേണൽ ആണ്, ഡയറക്റ്റ് ആണ്, വയ ഓപ്പൺ കോമ്പറ്റീറ്റീവ്. ഇത് ഡയറക്റ്റിലുമാണ്, എന്നാൽ ഓപ്പൺ കോമ്പറ്റീറ്റീവുമായിട്ടാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. എക്സാമിനേഷൻസ് ഓഫ് ദ ഇൻഡയറക്റ്റ് ഇന്റേണൽ വയ പ്രൊമോഷൻ. പിന്നെ എക്സാമിനേഷൻസിലൂടെയും ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ വയ പ്രൊമോഷനിലൂടെ നമ്മൾ നടത്താറുണ്ട്? റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. പരോക്ഷമായിട്ട് നടത്താറുണ്ട്, ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പരീക്ഷകളിലൂടെയോ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള സ്ഥാനക്കയറ്റത്തിലൂടെയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്താറുണ്ട്. മോഡേൺ റിക്രൂട്ട്മെന്റ് എംഫസൈസസ് മെറിറ്റ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റിംഗ് ടു മാച്ച് കാൻഡിഡേറ്റ്സ് വിത്ത് കോംപ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. ഒരു കാൻഡിഡേറ്റിന് കോംപ്ലക്സ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ഉണ്ടോ എന്ന് നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? എംഫസൈസിങ് മെറിറ്റ്സ് സിസ്റ്റത്തിലൂടെയാണ്. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റിംഗ് ടു മാച്ച്. സ്പെഷ്യലൈസ്ഡ് ടെസ്റ്റുകളൊക്കെ ആ ഒരു വ്യക്തി നടപ്പിലാക്കും. അതിലൂടെ ടു മാച്ച് കാൻഡിഡേറ്റ് വിത്ത് കോംപ്ലക്സ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകൾ ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം? കണ്ടെത്താം. ദെൻ ഇനി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ് ഈസ് എസെൻഷ്യൽ ഫോർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് അഡാപ്റ്റിംഗ്, പിന്നെ ചേഞ്ചിങ് ഗവർണൻസ് നീഡ്സ്. അതായത് നമ്മുടെ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ട്രെയിനിങ് അല്ലെങ്കിൽ എസെൻഷ്യൽ ഫോർ കപ്പാസിറ്റി, ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതിനും ഒരു എന്താ പറയുന്നത്, അഡാപ്റ്റിംഗ് ടു ചേഞ്ച് ഗവൺമെന്റ് നീഡ്സ്, ഗവൺമെന്റ് നീഡ്സിന്റെ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നതിന് നമുക്ക് എന്തിലൂടെ കഴിയുന്നു? ട്രെയിനിങ്ങിലൂടെ കഴിയുന്നു. കാരണം നമ്മുടെ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എങ്ങനെ പൊരുത്തപ്പെട്ട് പോകണമെന്ന് മനസ്സിലാക്കാൻ ട്രെയിനിങ് നമ്മളെ സഹായിക്കും. ഫോർമൽ ടൈപ്പ് ഇൻക്ലൂഡിംഗ് പ്രീ എൻട്രി ട്രെയിനിങ്, അതായത് ബിഫോർ ജോയിനിങ് മുമ്പുള്ള ട്രെയിനിങ്ങും ഉണ്ട്. ഇൻഡക്ഷൻ, ഫൗണ്ടേഷണൽ ട്രെയിനിങ്ങും ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ സെലക്ഷന് ശേഷമുള്ളത്. ലൈക്ക് ലെപ്സാന എന്ന് പറയുമ്പോൾ like set ലെപ്സാന ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ്സുകൾ, മിഡ് കരിയർ അപ്ഡേറ്റ്സ് ഫോർ സ്കിൽ എൻഹാൻസ്മെന്റ്. ഇതൊക്കെ 2 ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങിന്റെ അകത്ത് വരുന്നതാണ്. പ്രൊമോഷൻ, ദ അഡ്വാൻസ്മെന്റ് ഓഫ് എംപ്ലോയീസ് ടു ഹയർ പോസ്റ്റ് വിത്ത് ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് പേ, സർവീസ് ആസ് എ വിച്വൽ മോട്ടിവേറ്റർ. ടു പ്രൈമറി കാറ്റഗറി for promotion and seniority, length of the service and merit proven capacity and performance. ഇനി നമ്മൾ ഇതിന്റെ പ്രൊമോഷനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പ്രൊമോഷൻസുകൾ നടപ്പിലാക്കുന്നത്? നമുക്കറിയാം, പ്രൊമോഷൻസ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ്മെന്റ് എംപ്ലോയർ ടു ഹയർ പോസ്റ്റ്. പ്രൊമോഷൻ കൊടുക്കുന്ന വെച്ചാൽ നമുക്കൊരു എംപ്ലോയറിന് അത് ഇയാളുള്ള ജോലിയിൽ നിന്നൊരു സ്ഥാനക്കയറ്റം കൊടുക്കുകയാണ്. ഇത് ഗ്രേറ്റർ, അപ്പോൾ അവിടെ കൂടുതൽ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കുകയാണ്. ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് പേ, സർവീസ് ആസ് എ വിച്വൽ മോട്ടിവേറ്റർ. ഒരു സർവീസ് എങ്ങനെ കൊടുക്കണം ജനങ്ങളിലേക്ക്? ഒരു വിച്വൽ മോട്ടിവേറ്റർ ആയിട്ട്. ദ 2 പ്രൈമറി ക്രൈറ്റീരിയ ഫോർ പ്രൊമോഷൻ. പ്രൊമോഷൻ 2 ക്രൈറ്റീരിയ ഉണ്ട്. സീനിയോറിറ്റി, അതായത് ലെങ്ത് ഓഫ് സർവീസ്, ആൻഡ് മെറിറ്റ് സർവീസ്.
പ്രൂവൻ കപ്പാസിറ്റി ആൻഡ് പെർഫോമൻസ് നോക്കും. ഇങ്ങനെ രണ്ട് ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ പ്രൊമോഷൻ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഡിസിപ്ലിൻ ആൻഡ് മൊറാലിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ എന്താണ് മൊറാലിറ്റി? അപ്പോൾ മെയിൻറ്റൈനിങ് ഇന്റേണൽ ഹെൽത്ത് ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് വിത്ത് ദ ബ്യൂറോക്രസി ഈസ് ക്രൂഷ്യൽ ഫോർ എഫിഷ്യന്റ് പബ്ലിക് സർവീസ് ഡെലിവറി. അതായത് ഒരു വ്യക്തിക്ക് അതായത് നമ്മൾ അച്ചടക്കം അല്ലെങ്കിൽ മനോധൈര്യം ഒക്കെ മെയിൻറ്റൈനിങ് ചെയ്തു പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഘടകമാണ്. മെയിൻറ്റൈനിങ് ഇന്റേണൽ ഹെൽത്ത് ആണ്, നമ്മൾ ആന്തരികമായിട്ടുള്ള ശക്തി, മനഃശാസ്ത്രപരമായിട്ടുള്ള എന്താ പറയുന്നത്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആരോഗ്യം. ഇത് ബ്യൂറോക്രസി ഈസ് ക്രൂഷ്യൽ ഫോർ എഫിഷ്യന്റ് ഒരു പബ്ലിക് സർവീസ് ഡെലിവറി. അപ്പോൾ മാനസിക ക്ഷേമമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കാര്യക്ഷമത നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ പൊതുസേവനത്തിന്റെ ഭരണത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇനി ഡിസിപ്ലിൻ എന്താണ്? ദ എൻഫോഴ്സ്മെന്റ് കോഡ് ഓഫ് കോണ്ടാക്ട്. ഒരു വ്യക്തിയുടെ കോഡ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ റൂള്, പിന്നെ ഒരുപാട് റൂളും റെഗുലേഷൻസുകളും കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ ഒക്കെ അനുസരിച്ചാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ടു എൻഷുർ ഓർഡർ ആൻഡ് യൂണിഫോമിറ്റി. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഉറപ്പാക്കണം? പിന്നെന്താ പറയുന്ന അച്ചടക്കവും ഏകാഗ്രതവും ഒക്കെ തന്നെ ഏകീകൃതമായ ഒരു അച്ചടക്കം, റൂളും റെഗുലേഷനും ചട്ടങ്ങളൊക്കെയാണ് ഞാൻ നടപ്പിലാക്കുന്നത് എന്ന് ഞാൻ ആ വ്യക്തി ഉറപ്പാക്കണം. ഇനി വരാൻ പോകുന്നത് ഫോർമൽ മെഷർ ഇൻക്ലൂഡിങ് എന്താ പറയുന്ന പ്രൊസീഡ്യൂറിയൽ ഡിസിപ്ലിൻ. അതായത് വാർണിംഗ്സുകളും സെൻസേഴ്സുകളും ഒക്കെയാണ് ഫോർമൽ മെഷർമെന്റ് ഇൻക്ലൂഡിങ് പ്രൊസീഡ്യൂറിയൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി പ്യൂണിറ്റീവ് ഡിസിപ്ലിൻ. എന്താണ് ഈ പ്യൂണിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ഇപ്പൊ സസ്പെൻഷൻ, ഡിമോഷൻ, ഡിസ്മിസൽ, ഇതൊക്കെയാണ് പ്യൂണിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള അച്ചടക്കങ്ങളുണ്ട്. ഒന്ന് പ്രൊസീഡ്യൂറൽ ഡിസിപ്ലിൻ ആണ്. ഒരു പ്രൊസീഡ്യൂറൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാർണിങ്ങുകൾ കൊടുക്കും, സെൻഷ്യൂർസുകൾ. ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്ന പ്രൊസീഡ്യൂറൽ എന്താ പറയുന്ന പ്രൊസീഡ്യൂറൽ ആയിട്ടുള്ള ഡിസിപ്ലിൻസുകളാണ്. മനസ്സിലായിട്ടോ? അപ്പൊ രണ്ട് തരത്തിലുള്ള ഡിസിപ്ലിൻസുകളുണ്ട്. അതിലൊന്നാണ് പ്രൊസീഡ്യൂറൽ എന്താ പറയുന്നത് പ്രൊസീഡ്യൂറൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. മുന്നറിയിപ്പുകൾ, എന്താ പറയുന്ന കുറ്റപ്പെടുത്തലുകൾ, ശിക്ഷാപരമായിട്ടുള്ള അച്ചടക്ക നടപടികൾ. അപ്പൊ അവയ്ക്കെതിരെയൊക്കെ നമ്മൾ സസ്പെൻഷൻ ഒക്കെ കൊടുക്കും. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ ഇതൊക്കെ വരുന്നത് പ്യൂണിറ്റീവ് ഡിസിപ്ലിൻസിനാണ്. അച്ചടക്ക നടപടികൾക്കെതിരെ, അതായത് സസ്പെൻഷൻ കൊടുക്കും, ഡിമോഷൻ കൊടുക്കും, ഡിസ്മിസൽ കൊടുക്കും. ഇതൊക്കെ പ്യൂണിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻസുകളാണ്. പ്യൂണിറ്റീവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? പ്യൂണിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ് എന്ന് പറയുന്നത് അല്ലെ എന്താ പറയുന്നത്, എന്താ പറയുക, ഔപചാരിക നടപടിക്രമങ്ങൾക്ക് അതീതമായ അച്ചടക്കം, അതിനെയാണ് പ്യൂണിറ്റീവ്. ഔപചാരിക നടപടിക്രമപരമായ അച്ചടക്കത്തെയാണ് നമ്മൾ പ്യൂണിറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഔപചാരിക ഒരു പ്യൂണിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ നമ്മൾ ശരിയായ വിധത്തിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സസ്പെൻഷൻ കിട്ടും, ഡിമോഷൻ കിട്ടും, ഡിസ്മിസൽ കിട്ടും. ഇതാണ്. ഇനി ഫോർമൽ മെഷർമെന്റ് ഇൻക്ലൂഡിങ് പ്രൊസീഡ്യൂറൽ ഡിസിപ്ലിൻ ആണ്. പ്രൊസീഡ്യൂറൽ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ നമുക്ക് ചെല്ലുന്ന ചില മുന്നറിയിപ്പുകൾ കൊടുക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെ? നമുക്ക് ചില മുന്നറിയിപ്പുകൾ നമുക്ക് ഓൾറെഡി കിട്ടും. അപ്പൊ അതിനെയാണ് എന്താ പറയുന്നത് സെൻഷ്യൂറുകളും വാർണിംഗ്സുകൾ എന്ന് പറയുന്നത് പ്രൊസീഡ്യൂറൽ ഡിസിപ്ലിൻ ആണ്. ഇത് എൻഷ്യൂർ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻസുകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്? ഇറ്റ് എൻഷ്യൂർ അക്കൗണ്ടബിലിറ്റി. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് അവർ മനസ്സിലാക്കും. ആൻഡ് പ്രിവെന്റ് ദ അബ്യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പവറിനെ അവർ ദുരുപയോഗം ചെയ്യാതിരിക്കും. ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഇപ്പോൾ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾ ദുരുപയോഗം ചെയ്യും. അപ്പൊ ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ മൊറാലിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനോധൈര്യം എന്താണ്, മൊറാലിറ്റിയെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ആ മൊറാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കൂ, മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. enthusiasm, well-beings of employees to work towards organizational goal. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് എംപ്ലോയി വർക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക മനോധൈര്യം, ഇഷ്ടം, വില്ലിങ്നെസ്, enthusiasm, കാര്യക്ഷമത, ഇതൊക്കെയാണ് മൊറാലിറ്റിയിൽ വരുന്നത്. ഹൈ മൊറാൽ ലീഡ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ലോവർ ടേൺ ഓവർ. ഒരു നല്ലൊരു മനോധൈര്യവും ആത്മവിശ്വാസവും കാര്യക്ഷമതയൊക്കെ ഉണ്ടെങ്കിൽ ആ എംപ്ലോയി വർക്ക് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗോളുമായിട്ട് എംപ്ലോയീസിന്റെ കപ്പാസിറ്റി അലൈൻ ചെയ്യിപ്പിക്കാനും അങ്ങനെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കഴിയും. അതല്ല എങ്കിൽ, തിരിച്ചാണെങ്കിൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഈ തൊഴിലാളികളുടെ കൊഴിഞ്ഞു പോക്കലായിരിക്കും നമ്മൾ അവിടെ പിന്നെ കാണുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലീഡർഷിപ്പ്. ഇത് നമ്മൾ എന്തിനെ സ്വാധീനിക്കും? ലീഡർഷിപ്പിനെ. ക്വാളിറ്റി, ഫോർ പ്രൊമോഷൻ പോളിസീസ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് പ്രൊഫഷണൽ റെക്കഗ്നൈസേഷൻ, ഇതിനെയൊക്കെ നമ്മളിത് ബാധിക്കും. ഇത് നന്നായിട്ട് വർക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രൊമോഷൻ കൊടുക്കും, അല്ലെ? പ്രൊമോഷൻ പോളിസി, വർക്കിംഗ് കണ്ടീഷൻ ബെറ്റർ ആകും, പ്രൊഫഷണൽ റെക്കഗ്നൈസേഷൻ കൊടുക്കും. ഒക്കെ ഈ ഒരു എന്താ പറയുന്ന മൊറാലിറ്റിയുടെ അകത്ത് വരുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രധാനപ്പെട്ട പാർട്ടിലേക്കും കൂടെ എന്ത് ചെയ്യാം, ഒന്ന് കടന്നു പോകാം.
ഇനി എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ്, മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. അൺലൈക്ക് ദ പ്രൈവറ്റ് സെക്ടർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെന്റ് എംപ്ലോയർ ആൻഡ് സിവിൽ സർവന്റ് ഈസ് ബൗണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. പൊതുജനങ്ങളുടെ താല്പര്യം, നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബന്ധമാണ് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ളത്. എവിടെ? ഗവൺമെന്റ് സെക്ടർ. അൺലൈക്ക് പ്രൈവറ്റ് സെക്ടറിനെക്കാട്ടിലും വ്യത്യസ്തമായി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെന്റ് എംപ്ലോയറും നിങ്ങൾ സിവിൽ സർവന്റും, ഒരു എന്താ പറയുന്ന ഒരു മിനിസ്റ്ററും തന്റെ സിവിൽ സർവന്റുമായിട്ടുള്ള ബന്ധം അത്രയധികം ശക്തമാണ്. എംപ്ലോയി ഈസ് ബോണ്ട് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താ പറയുന്നത്, സിവിൽ സർവന്റ് ഈസ് ബോണ്ട് ബൈ, സിവിൽ സർവീസിനെ ബോണ്ട് ചെയ്തെടുക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജനങ്ങളുടെ താല്പര്യവും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളും. ഇനി ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ജോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, വാറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ. വാറ്റ്ലി കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ ജോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ വിറ്റ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെ പറയുന്നു? ജോയിന്റ് കൺസൾട്ടേഷൻ. ജോയിന്റ് കൺസൾട്ടേഷൻ ശ്രദ്ധിക്കണം. അപ്പോ വിറ്റ്ലി കൺസൾട്ടേഷനെയാണ് ജോയിന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. എന്തിനെയാണ്? വിറ്റ്ലി കൺസൾട്ടേഷനെയാണ് ജോയിന്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് എന്താ അർത്ഥമാക്കുന്നത്? ഒറിജിനേറ്റിംഗ് ഇൻ UK, ദിസ് മോഡൽ യൂട്ടിലൈസ് ജോയിന്റ് കൗൺസിലേഴ്സ് consisting of both administrative authority and employees representative to resolve disputes, salaries and service condition peacefully through negotiation rather than strikes. അതായത് ഇത് ഇത്തരത്തിലുള്ള വിറ്റ്ലി ജോയിന്റ് കൺസൾട്ടേഷൻ ഒറിജിനേഷൻ ചെയ്ത് UK-യിലാണ്. ദിസ് മോഡൽ യൂട്ടിലൈസ് ജോയിന്റ് കൗൺസിൽസുകളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും. കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ്, പ്രധാനമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുമായിട്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ? എന്താ പറയുന്നത്, സമാധാനപരമായിട്ട് പല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് ഭരണാധികാരികളും ജീവനക്കാരുകളും തമ്മിലുള്ള ഒരു സംയുക്തമായ കൗൺസിലുകൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഒരു വലിയ പ്രശ്നം വരികയാണെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള എന്താ പറയുക, ഭരണപരമായിട്ടുള്ള അധികാരികളും ജീവനക്കാരും അടങ്ങുന്ന ഒരു സംയുക്ത കൗൺസിലുകളെ നമ്മൾ നിയമിക്കും ഈ പ്രശ്നത്തിനെ പരിഹരിക്കാൻ. Employee represent resolve dispute, salaries and service condition peacefully through the negotiation rather than strike. നെഗോസിയേഷൻസുകളാണ് വേണ്ടത്, അത് സ്ട്രൈക്ക് അല്ല വേണ്ടത്. മറിച്ച് ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ നെഗോസിയേഷൻസിലൂടെയും പരമാവധി എന്താ പറയുന്നു ഇത്തരത്തിലുള്ള വ്യക്തികളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇതിനാണ് വിറ്റ്ലി അല്ലെങ്കിൽ ജോയിന്റ് കൺസൾട്ടേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാഫ് അസോസിയേഷൻ ആണ്. എന്താണ്? സിവിൽ സർവന്റ് ജനറലി ഹാവ് ദ റൈറ്റ് ടു ഫോം അസോസിയേഷൻ ടു വോയിസ് കളക്റ്റീവ് ഗ്രീവൻസസ്. സിവിൽ സർവന്റുമാരെ സംബന്ധിച്ചിടത്തോളം ഹാവ് ആൻ റൈറ്റ് ടു ഫോം അസോസിയേഷൻ രൂപീകരിക്കാനുള്ള കഴിവുണ്ട്. ടു വോയിസ് കളക്ഷൻ ഗ്രീവൻസസ്. Okay. Through their right to strike is legally restricted or the prohibited in most democratic to prevent public service paralysis. നമുക്കറിയാം പല ജനാധിപത്യ രാഷ്ട്രങ്ങളും ജനങ്ങൾ നടപ്പിലാക്കുന്ന ഈ പറയുന്ന സ്ട്രൈക്സുകളെ നമ്മൾ പരമാവധി ലീഗലി റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ട്, നിയമപരമായിട്ട് തന്നെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഓർ പ്രൊഹിബിറ്റഡ് ദ മോസ്റ്റ് ഡെമോക്രാറ്റിക് ടു പ്രിവെന്റ്, ജനാധിപത്യ വിശ്വാസികളുള്ള ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ടു പ്രിവെന്റ് പബ്ലിക് സർവീസ് പാരാലിസിസ് കുറച്ചു വെച്ചിരിക്കുകയാണ്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സ്പെഷ്യലൈസ്ഡ് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് സെറ്റപ്പ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. അപ്പൊ നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരായിരിക്കണം? ഒരു സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി സെറ്റപ്പ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്സ്. ഇനി റിലേറ്റഡ് ടു ദ റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ സർവീസ് ഓഫ് പബ്ലിക് സർവന്റ്, ഫോർ എക്സാമ്പിൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫ് ദ കാറ്റ് ഇൻ ഇന്ത്യ, എൻഷുറിംഗ് സ്പീഡി ജസ്റ്റിസ്. അവർ സ്പീഡി ജസ്റ്റിസ് ആണ് ഉറപ്പാക്കുന്നതെന്ന് അവർ ഉറപ്പുവരുത്തും, അല്ലെ? നമുക്ക് നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് അവർ ഉറപ്പുവരുത്തും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസുകൾ എന്ന് പറയുമ്പോൾ എന്താ? സ്പെഷ്യലൈസ്ഡ് കോസി ജുഡീഷ്യൽ ബോഡി സെറ്റപ്പിൻ റിസോൾവ് ഡിസ്പ്യൂട്ട്സുകളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കോസി ജുഡീഷ്യൽ ബോഡീസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് ടു റിക്രൂട്ട്മെന്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് പബ്ലിക് സർവന്റ്, പബ്ലിക് സർവന്റിന്റെ റിക്രൂട്ട്മെന്റും കണ്ടീഷൻസ് ഓഫ് സർവീസ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓർ കാറ്റ് ഇൻ ഇന്ത്യ, എൻഷുറിംഗ് സ്പീഡി ജസ്റ്റിസ്. ഇവയൊക്കെ തന്നെ നമ്മൾ എന്ത് ഉറപ്പാക്കുന്നുണ്ട്? പൊതുജനങ്ങൾക്കുള്ള എന്താ പറയുന്നത് നിയമം, ജസ്റ്റിസ് അവർക്ക് ഉറപ്പാക്കുന്നുണ്ടോ? പൊതുജനങ്ങളുടെ സേവനം, പൊതുജനങ്ങളുടെ എന്താ പറയുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിലൊക്കെ തന്നെ ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതിയൊക്കെ ലഭ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഈ സ്റ്റാഫ് അസോസിയേഷൻസിലൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. ഓക്കെ. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന UPSC സ്ട്രക്ചർ, പവർ ആൻഡ് ഫംഗ്ഷൻ. UPSCയുടെ സ്ട്രക്ചറും പവറും ഫംഗ്ഷനും ഒക്കെയാണ് ഇനി എന്ത് ചെയ്യുന്നത്, ഇനി അടുത്ത പാർട്ടിലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ഇന്ത്യ ഇസ് എ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അണ്ടർ ദ ആർട്ടിക്കിൾ 350 to 323 വരെയാണ് ആർട്ടിക്കിൾസ് ഉള്ളത്. ഈ ആർട്ടിക്കിൾ പ്രകാരം UPSC 315 മുതൽ 321 വരെ, 323 പാർട്ട്
14 വരെയാണുള്ളത് കേട്ടോ. പാർട്ട് 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സ്ട്രക്ചർ കോമ്പോസിഷൻ ദ കൺസിസ്റ്റ്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് UPSC എത്ര മെമ്പേഴ്സ് ആണുള്ളത്? കൺസിസ്റ്റ് ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. ചെയർമാനും തന്നെ കൂടാതെ മറ്റുള്ള മെമ്പേഴ്സ്. യൂഷ്വലി ബിറ്റ്വീൻ 9 to 11. അപ്പോൾ യൂഷ്വലി നമ്മൾ സാധാരണയായിട്ട് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? 9 to 11. അപ്പോയിന്റഡ് ഡയറക്ട്ലി ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടുത്തെ UPSCയിലെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് പ്രസിഡന്റ് ഡയറക്ട്ലി ആണ്. ടെൻഷർ, അതിന്റെ ഒരു ടെന്യൂർ എന്ന് വെച്ചാൽ കാലാവധി, UPSCയിലെ കാലാവധി. മെമ്പേഴ്സ് ഓഫ് ഹോൾഡ് ഓഫീസ് ഫോർ ദ ടേംസ്. ഓരോ മെമ്പേഴ്സ് ഇതിന്റെ ഓഫീസിലെ അംഗങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന 6 വർഷത്തേക്കാണ്. അൻറ്റിൽ ദേ അറ്റൈനിങ് ഏജ് 65, അല്ലെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് UPSCയിലെ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് എവർ ദെയർലിയർ, അപ്പോൾ ചിലപ്പോൾ അതിന് മുന്നോ അതിന് പിന്നോ ആകാം എന്ന് നമ്മൾ എടുത്ത് ഇവിടെ പറയുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് ഇൻഡിപെൻഡൻസ് ടു എൻഷുർ ന്യൂട്രാലിറ്റി. ചെയർമാൻ ഈസ് ineligible for structure further government. After recruitment and expense of the commissioners are changed directly to the consolidated fund of the India. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസി എന്താണ്? ഇൻഡിപെൻഡൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഇൻഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നിഷ്പക്ഷത ഉറപ്പാക്കുക. ചെയർമാൻ കൂടുതൽ സർക്കാർ ജോലിക്ക് യോഗ്യനല്ല. ഒരു നിഷ്പക്ഷത ഉറപ്പാക്കിയിട്ട് എൻഷുർ ന്യൂട്രാലിറ്റി. ദ ചെയർമാൻ ഈസ് ineligible for the further government. ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റിന് ഭരിച്ചുകൊണ്ട് പോകാൻ ഈ ഗവൺമെന്റ് ആരല്ല? ഈ ഒരു ചെയർമാൻ യോഗ്യനല്ല. ആൻഡ് ആൾസോ ഗവൺമെന്റ് എംപ്ലോയ്മെന്റ്. ആഫ്റ്റർ റിക്രൂട്ട്മെന്റ് ആൻഡ് എക്സ്പെൻസ് ഓഫ് ദ കമ്മീഷൻ ആർ ചാർജ്ഡ്. അല്ലെങ്കിൽ ആഫ്റ്റർ റിക്രൂട്ട്മെന്റും എക്സ്പെൻസസ് ഓഫ് ദ കമ്മീഷനും ഒക്കെ ചാർജ് ചെയ്യുന്ന ഏതിലാണെന്ന് നമുക്കറിയാം. അതായത് ഈ UPSCയിലെ ചെയർമാന്റെ എല്ലാ ചെലവുകളും വഹിച്ചു പോകുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലൂടെ നിങ്ങൾക്ക് അറിയാം. ഇനി പവർ ഓഫ് ദ ഫംഗ്ഷൻ, ഇതിന്റെ പവറും ഫംഗ്ഷൻസും നോക്കാം. അത് കണ്ടക്ട് ദ എക്സാമിനേഷൻ ഹേൾഡ് കോമ്പറ്റീറ്റീവ് എക്സാം ഫോർ ദ അപ്പോയിന്റ്മെന്റ്. ഇനി ഇവർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിലൂടെയാണ്. ഓൾ ഇന്ത്യൻ സർവീസ് അല്ലെങ്കിൽ IAS, IPS, IOFS, IFOS, സെൻട്രൽ സർവീസ്, ഗ്രൂപ്പ് A and B, ആംഡ് ഫോഴ്സസ്, ഇതിലൂടെയൊക്കെയാണ് ഇവരുടെ പവറും ഫംഗ്ഷൻസും എന്ന് പറയുന്നത്. ഇവരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അതിലെന്റെ IFS, IPS, ഗ്രൂപ്പ് A, സായുധ സേന എന്നിവയിലേക്കുള്ള നിയമങ്ങൾക്കായിട്ട് നമ്മൾ ഇവരെ എന്ത് ചെയ്യുന്നു? മത്സര പരീക്ഷകളിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി ഇവരുടെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ആർമഡ് ഫോഴ്സസ് അഡ്വൈസറി റോൾ. ദ ഗവൺമെന്റ് കൺസൾട്ട് ദ UPSC ഓൺ ഓൾ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു ദ മെത്തേഡ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, പ്രിൻസിപ്പൾ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഡിസിപ്ലിനറി മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ സിവിൽ സർവീസ്. അതായത് ഒരു പ്രൊമോഷനുകളോ ട്രാൻസ്ഫറുകളോ സിവിൽ സർവീസുമാരെ ബാധിക്കുന്ന അച്ചടക്ക കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യാം? ഇതിൽ വരുന്നതാണ് അല്ലെ. സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അച്ചടക്ക നടപടികളും ഇവർ ആക്ച്വലി ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു പോകുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഇനി അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ആണ്. അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് എന്നുള്ളതാണ്. എന്താണ്? The UPSC can assist states in framing and operating scheme of joint recruitment. ഇപ്പൊ ജോയിന്റ് റിക്രൂട്ട്മെന്റിന് വേണ്ടി UPSC can assist ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഇൻ ഫ്രെയിമിംഗ് ആൻഡ് ഓപ്പറേറ്റിംഗ് സ്കീംസ്. അപ്പോൾ ഫ്രെയിം ചെയ്തെടുക്കാനും ഓപ്പറേറ്റ് ചെയ്തെടുക്കാനും എന്താ ജോയിന്റ് റിക്രൂട്ട്മെന്റിനെ പിന്നെ എന്താ പറയുന്നത് ഫ്രെയിം ചെയ്തെടുക്കാനും ഓപ്പറേറ്റ് ചെയ്തെടുക്കാനും അവർ ശ്രമിക്കുന്നു. ഇറ്റ് റിക്വസ്റ്റഡ് ബൈ 2 or more സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ പ്രസിഡന്റ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആരൊക്കെ വേണം? 2 or 3 അതിൽ ഉള്ള സംസ്ഥാനങ്ങളും കൂടാതെ പ്രസിഡന്റിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഇവിടെ കൂടിയേ തീരും. ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള പേയ്മെന്റുകളൊക്കെ പോകുന്ന കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. മറക്കല്ലേ, ചോദിക്കും. ആനുവൽ റിപ്പോർട്ട്. സബ്മിറ്റ് ഓൺ ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ്. അപ്പൊ ഇതിന്റെ ഫൈനൽ റിപ്പോർട്ട് പെർഫോമൻസ് നമ്മൾ എവിടെയാണ് കൊടുക്കുന്നത്? പ്രസിഡന്റിലാണ്. വിച്ച് ഈസ് ദ പ്ലേസ്ഡ് ബിഫോർ. ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യുന്നത് ബിഫോർ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. അപ്പൊ ഇവരെ വിച്ച് ഈസ് ദെൻ പ്ലേസ്ഡ് ബിഫോർ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ്. ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് വഴിയാണ് അവർ എന്ത് ചെയ്തെടുക്കുന്നത്? സംയുക്തമായിട്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കും. 2 or 3 സംസ്ഥാന ഗവൺമെന്റ് അഭ്യർത്ഥിക്കുകയും രാഷ്ട്രപതി അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ തിരഞ്ഞെടുക്കാം. പ്ലേസ്ഡ് ബിഫോർ. ഇത് കൂടാതെ നമുക്ക് എന്ത് പറയാം? ഒരു ആനുവൽ റിപ്പോർട്ട്, രാഷ്ട്രപതിക്ക് ഒരു വാർഷിക ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്ന് അത് പാർലമെന്റിന്റെ ഇരുസഭകളിലും വയ്ക്കുമ്പോൾ അതിലാണ് നമ്മൾ എന്ത് പറയുന്നത്? മുമ്പ് UPSCയുടെ എന്തെങ്കിലും ഉപദേശം സർക്കാരിന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത് സ്വീകരിക്കാത്തവന്റെ കാരണങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ വിശദീകരിക്കും. എന്തുകൊണ്ട് അവർ സ്വീകരിച്ചില്ല എന്നുകൂടി വ്യക്തമായിട്ട് നമ്മൾ വിശദീകരിച്ചിരിക്കണം. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പൊ ഇത് ആനുവൽ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ സബ്മിറ്റിംഗ് ആനുവൽ പെർഫോമൻസ് റിപ്പോർട്ട് ഓൺ ദ പ്രസിഡന്റ്. അതായത് രാഷ്ട്രപതിക്ക് ഒരു പ്രത്യേക ആനുവൽ റിപ്പോർട്ടിന്റെ പെർഫോമൻസിനെ സമർപ്പിക്കണം. തുടർന്ന് അത് പാർലമെന്റിന്റെ ഇരുസഭയിലേക്ക് മുമ്പാകെ വയ്ക്കും. പാർലമെന്റ് രാജ്യസഭയിലും ലോക്സഭയിലും. തുടർന്ന് പിന്നെ എന്ത് ചെയ്യും? ഈ ഉപദേശം സർക്കാർ നിരസിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാത്തതിന്റെ കാരണം നമ്മൾ വിശദീകരിക്കും. ചിലതൊക്കെ സർക്കാർ ഗവൺമെന്റ് സ്വീകരിക്കൂ ഇല്ല. അപ്പൊ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട്
പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നിങ്ങൾ ഈ ഒരു നമ്മൾ 5th മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് പഠിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത മൊഡ്യൂളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.